നമ്മളുടെ മെട്രോ മാമൻ നമ്മളേക്ക് ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കൂടുന്തോറും പത്രക്കാർക്ക് ഇപ്പോൾ വലിയൊരു ഇരയെ കിട്ടിയ പോലെയാണ്. അവിടെ ചെല്ലാത്ത പത്രക്കാരാരുമില്ല. ചെന്നു കഴിഞ്ഞാൽ വിഭവസമൃദ്ധമായ സദ്യയാണ്, വാക്കുകളെ കൊണ്ടുള്ള സദ്യ. അത് വെച്ച് ഇവരിങ്ങനെ ആറാടി കളിക്കുകയാണ്, മത്ത് പിടിച്ചവരുടെ പോലെ. നമ്മളുടെ പത്രക്കാരും മീഡിയക്കാരും മൊബൈൽ മീഡിയക്കാരും എല്ലാവർക്കും വലിയൊരു ആഘോഷമാണ്. ഇപ്പോൾ അദ്ദേഹം ഇവിടെ പിണറായി വിജയന് മാർക്കിട്ട് കൊടുത്തിരിക്കുകയാണ്. 3 മാർക്കേ ഉള്ളൂ കേട്ടോ, 10ൽ 3 മാർക്ക്. അപ്പോൾ ഈ 3 മാർക്ക് എന്തിനാണെന്ന് ചോദ്യം ഉള്ളത്, പിന്നെ ചോദിക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം രസകരമായിട്ട് പറയുകയാണെങ്കിൽ മെട്രോ മാമന് പാളം തെറ്റി എന്നുള്ളതാണ് സത്യം. പാളം തെറ്റുമ്പോൾ തല വന്ന് പാളത്തിലിടിച്ചു, തല തിരിഞ്ഞു പോയി. അപ്പം അതാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പം തൻ്റെ കയ്യിലുള്ള ക്രൈറ്റീരിയൻ വെച്ചുകൊണ്ട് മറ്റുള്ളവരെ അളക്കുകയാണ് ചെയ്യുന്നത്. ആ കൂട്ടത്തിൽ അതുകൊണ്ട് തൻ്റെ ഉയരവും തൻ്റെ ബലവും ഒന്ന് അളന്നാൽ എത്ര നന്നായിരുന്നു. വാസ്തവത്തിൽ പിണറായിക്ക് മാർക്കിട്ടിരിക്കുകയാണ് 10ൽ 3. ഇവിടെ ഈ മെട്രോ മാമന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2 തരത്തിലുള്ള ദർശനമുണ്ട്. പല ദർശനങ്ങളിൽ 2 ദർശനം എടുത്ത് പറയുകയാണ്. സാമൂഹിക ദർശനമുണ്ട്, അത് മാനുഷികമാണ്. ഒരാളെ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത്, സാമൂഹിക ദർശനപ്രകാരം വിലയിരുത്തുന്ന സമയത്ത് അയാളുടെ മനസ്സിൻ്റെ, അയാളുടെ ബുദ്ധിയുടെ, അത് സംബന്ധിയായിട്ട് വരുന്ന അയാളുടെ പ്രവർത്തനങ്ങളുടെ, അതിൻ്റെ മഹിമയും പെരുമയും ഇതൊക്കെയാണ് നമ്മൾ കാണുക. മറ്റൊന്നാണ് സാങ്കേതിക ദർശനം. അത് യാന്ത്രികമാണത്. അതിനകത്ത് മനസ്സിൻ്റെ വലിപ്പച്ചെറുപ്പങ്ങൾ, ബുദ്ധിയുടെ ഗംഭീരത്വങ്ങളൊന്നും അതിനകത്തില്ല. അത് യാന്ത്രികമാണത്. ഇങ്ങനെ സംബന്ധിച്ചിടത്തോളം ഇയാളൊരു സാങ്കേതിക ദർശനം കയ്യിലുള്ള ഒരാളാണ്. അങ്ങനെയാണ് പിണറായിക്ക് മാർക്കിടാൻ നടക്കുന്നത്. ഈ മെട്രോ മാമനോട് ഒന്നേ പറയാനുള്ളൂ, ഇവിടെ 4.5 വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു മാർക്കിടൽ പദ്ധതി നടന്നു. അതാണ് യഥാർത്ഥത്തിലുള്ള മാർക്കിടൽ. ഇനിയിപ്പോൾ ഒരു 3-4 മാസം കൂടി കഴിഞ്ഞാൽ വീണ്ടും ആ മാർക്കിടൽ ചടങ്ങ്, അതിനാണ് ഇലക്ഷൻ എന്ന് പറയുക. ആ മാർക്കിടലിൽ ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം, ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാർക്കിട്ട് കൊടുക്കേണ്ട വഴിയെ പോണ മണവണാഞ്ചന്മാരല്ല. അവിടെ പണ്ട് ജീവിതം മുഴുവൻ ഗവൺമെൻറ് സർവൻ്റായിട്ട് ജീവിച്ച ഒരാളല്ല മാർക്കിടേണ്ടത്. ജനങ്ങളാണ് മാർക്കിടേണ്ടത്. ആ ജനങ്ങളാണ് 4.5 വർഷം മുമ്പ്, 4.25 വർഷങ്ങൾക്ക് മുമ്പ് മാർക്കിട്ട് കൊടുത്തത്. അന്ന് 100ൽ 100 മാർക്കാണ് ഈ പിണറായി വിജയന് കിട്ടിയതെന്ന് മെട്രോ മാമൻ സ്മരിച്ചാൽ നല്ലത്. ആ മാർക്ക് വാങ്ങിച്ചുകൊണ്ടാണ്, ജനങ്ങൾ കൊടുത്ത മാർക്ക് വാങ്ങിച്ചുകൊണ്ടാണ്, അതിൻ്റെ പേരിലാണ്, ആ ജനം കൊടുത്ത മാൻഡേറ്റ്, അതിൻ്റെ പേരിലാണ് അദ്ദേഹം ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത്. അല്ലാതെ രാത്രി ഓടി പൊളിച്ചു വന്ന് കയറിയതല്ല, അതിന് ചാടി വീണതൊന്നുമല്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കാണ് ചാടി വീണ ഹനുമാൻ രാവണൻ്റെ കോട്ടയിൽ. അങ്ങനെ ഉള്ളൊരു ചാട്ടം ചാടിയിട്ട് മറ്റേ സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് ചാടിയതല്ല, അല്ലെങ്കിൽ നിയമസഭയ്ക്കകത്ത് ചാടി വീണിട്ടല്ല പിണറായി അവിടെ ഭരിക്കുന്നത്. 100ൽ 100% മാർക്ക് കൊടുത്തിട്ട് നിങ്ങൾ ഭരിച്ചാലും മതി എന്ന് ജനം അദ്ദേഹത്തിന് വലിയൊരു മാർക്ക്, റൈറ്റ് മാർക്ക് ഇട്ട് കൊടുത്തിട്ട് അദ്ദേഹം അവിടെ കയറി ഭരിക്കുന്നത്. അതിന് ഉമ്മൻചാണ്ടി ഭരിച്ചതും അങ്ങനെ തന്നെയാണ്, അച്യുതാനന്ദൻ ഭരിച്ചതും അങ്ങനെ തന്നെയാണ്, അതിന് മുമ്പുള്ള നായനാർ ഭരിച്ചതും കരുണാകരൻ ഭരിച്ചതും മുഹമ്മദ് കോയ ഭരിച്ചതും ഒക്കെ അങ്ങനെ തന്നെയാണ്. പി കെ വാസുദേവൻ നായരെല്ലാവരും ഭരിച്ചത് അങ്ങനെ തന്നെയാണ്. നിങ്ങളൊരു കാര്യം അറിയണം, ഈ ഭരണാധികാരികൾക്ക് മാർക്കിട്ട് കൊടുക്കേണ്ടത് നിങ്ങളെപ്പോലെയുള്ള ആളുകളല്ല. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞ മണവണാഞ്ചന്മാരല്ലെന്ന് പറഞ്ഞത്. ജനമാണ് അതിൻ്റെ മാർക്കിട്ട് കൊടുക്കേണ്ടത്, അത് വ്യക്തിയല്ല. വ്യക്തികളുടെ കൂട്ടം, ടോട്ടാലിറ്റി, അവരാണ് ആ മാർക്കിട്ട് കൊടുക്കേണ്ടത്. അതിനൊരു സമയമുണ്ട്. നമ്മുടെ ഈ പരീക്ഷയ്ക്ക് ഒരു സമയമുണ്ടല്ലോ. കൊല്ലപ്പരീക്ഷ, പകുതി കൊല്ലപ്പരീക്ഷ എന്നൊക്കെ പറയുമല്ലോ, ഗവൺമെൻറ് പരീക്ഷ എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അതിനൊരു സമയമുണ്ട്. ആ സമയത്താണ് പരീക്ഷ നടക്കുക, ആ സമയത്താണ് മാർക്കിടുക. അത് നോക്കാനും പറയാനുള്ള ആൾക്കാരുണ്ട്. സമ്മതിദാന അവകാശത്തിൻ്റെ സമയമായാൽ അതിന് അർഹതയുള്ളവർ അവിടെ വോട്ട് ചെയ്യാൻ പോകും. ഇലക്ഷൻ സമയത്ത് അവരാണ് ആ മാർക്കിടുക. ആ മാർക്കാണ് ശരിയായിട്ടുള്ള മാർക്ക്. അതാണ് ഒരു 1.5 മാർക്ക്. സ്വയം ചിന്താ പദ്ധതിയുള്ള ആളുകൾ
അവർ വ്യക്തമാക്കുന്നു. വ്യക്തമായി കഴിഞ്ഞാലാണ് വ്യക്തികളാകുക. ആ വ്യക്തികൾ സിറ്റിസൺസ് അവരാണ് വോട്ട് ചെയ്യുന്നത്. ഈ നാട് ആര് ഭരിക്കണം, ആര് ഭരിക്കണ്ട എന്ന് ചിന്തിക്കുന്നവർ, അതിന് ശേഷിയുള്ളവർ അതിന് വോട്ട് ചെയ്യും. ഗ്രാമപഞ്ചായത്തിൽ വോട്ട് ചെയ്ത് അവിടുത്തെ ആൾക്കാർ തിരഞ്ഞെടുക്കും. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ പോയിട്ട് അവിടുത്തെ ആൾക്കാർ തിരഞ്ഞെടുക്കും. ഡിസ്ട്രിക്ട് പഞ്ചായത്തിൽ പോയിട്ട് അവിടുത്തെ ആൾക്കാർ തിരഞ്ഞെടുക്കും. അതുപോലെ കോർപ്പറേഷനും അങ്ങേ അറ്റത്തും അതുപോലെ തന്നെ പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും എല്ലാവർക്കും. കഴിഞ്ഞ ഇലക്ഷനിൽ പിണറായിക്ക് വോട്ട് കിട്ടി, ജയം കിട്ടി. 140-ൽ 93 സീറ്റ് ആണ് 100-ൽ 100 വിജയം എന്ന് പറഞ്ഞത്. ഫസ്റ്റ് റാങ്കാണ് കിട്ടിയത്. മാർക്ക് ഒരു 1.5 മാർക്ക്. നോക്കുക മെട്രോ മാമൻ, ആ മാർക്കിന് അവിടെ വിലയുള്ളൂ കേട്ടോ. നിങ്ങളിടുന്ന മാർക്കിന് അത്രയേ ഉള്ളൂ വില. നിങ്ങളിടുന്ന മാർക്കിന് അത്രയേ ഉള്ളൂ വില. കാരണം നിങ്ങൾക്ക് അത്രയേ വിലയുള്ളൂ. നിങ്ങളൊരു ഗവൺമെന്റ് സർവന്റ് മാത്രമായിരുന്നു. നിങ്ങളിടുന്ന് വേണ്ടത്ര ശമ്പളം വാങ്ങിച്ച് തള്ളി പൂഴ്ത്തി അവിടെ വെച്ചിട്ടുണ്ടല്ലോ ബാങ്കിൽ. അല്ല, നിങ്ങൾ എന്താണ് ഈ രാഷ്ട്രത്തിന് വേണ്ടി ചെയ്തതല്ലാതെ നിങ്ങൾ നന്നായിട്ട് ജോലി ചെയ്തു. അത് നിങ്ങളുടെ ചുമതലയാണ്. അതിനുള്ള ശമ്പളം കൃത്യമായിട്ട് പറ്റിയിട്ടുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സേവനം, അതൊക്കെ നമുക്ക് പറയാവുന്നൊരു വാക്ക് മാത്രമാണ്, ഭംഗിയുള്ളൊരു വാക്ക് മാത്രമാണ്. ഏതായാലും ഈ നിങ്ങളിട്ട മാർക്ക് നിങ്ങളുടെ മാർക്ക് മാത്രമാണ്. അത് ജനങ്ങളിട്ട മാർക്കല്ല. സ്വയം മാർക്കിടുന്ന കുട്ടിയുടെ പോലെ സ്കൂളിൽ പോയിട്ട് പരീക്ഷ കഴിഞ്ഞ് തിരിച്ചു വന്ന് അച്ഛൻ ചോദിച്ച പോലെ എത്രയുടെ മാർക്ക് എന്ന് അവന് മാർക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? അവന് കിട്ടിയ മാർക്ക് വട്ടപ്പൂജ്യമാണ്. അതെന്താണ് വട്ടപ്പൂജ്യം? അവരുടെ ചോദ്യങ്ങൾ ശരിയല്ല എന്ന്. അതെന്താ ചോദ്യങ്ങൾ ശരിയല്ല എന്ന്? ഇവരെഴുതി ഉത്തരത്തിലല്ല തെറ്റ്, ചോദ്യങ്ങൾ ശരിയല്ല എന്ന്. അപ്പം അവര് ചോദിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ആരാണെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെ എഴുതി വെച്ചു ഇന്ദിരാഗാന്ധിയാണെന്ന് എഴുതി വെച്ചു. അപ്പോൾ ഞാൻ തെറ്റില്ലടാ, തെറ്റൊന്നുമില്ല. അമേരിക്കൻ പ്രസിഡന്റ് ആരാന്ന് ചോദിക്കുന്നവരും അല്ല, മറ്റേ അമേരിക്കൻ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചപ്പോൾ അവൻ ഇന്ത്യൻ പ്രസിഡന്റ് പേര് എഴുതി വെച്ചു. എന്നിട്ട് അവൻ പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് എന്ന് അവർ ചോദിച്ചാൽ തെറ്റത്ര, ഇന്ത്യൻ പ്രസിഡന്റ് ആരാന്ന് ചോദിക്കേണ്ടതായിരുന്നു എന്ന്. ഇവന്റെ ഉത്തരത്തിനനുസരിച്ച് അവർ ചോദ്യം തയ്യാറാക്കേണ്ടതായിരുന്നു എന്ന്. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ പറയുന്ന വിദ്യാന്മാരുണ്ട്. എന്ന് പറയുന്ന പോലെ ഇദ്ദേഹത്തിന് എന്നിട്ട് അവൻ പറഞ്ഞത് എന്താണെന്നറിയോ? എനിക്ക് 100-100 മാർക്ക് 100-100 മാർക്ക് ഉണ്ടെന്ന്. അവനെ എഴുതി ഉത്തരക്ക് ശരിയായിരുന്നു എന്നർത്ഥം. പക്ഷെ കിട്ടിയത് വട്ടപ്പൂജ്യം. മാഷുമാർ കൊടുത്തതും ഗവൺമെന്റ് കൊടുത്തതും വട്ടപ്പൂജ്യം മാർക്കും. പക്ഷെ ഇവൻ സമ്മതിക്കൂല. ഇവൻ പറഞ്ഞാൽ എനിക്ക് 100-100 മാർക്കാണെന്ന്. ഇതാണ് ഈ മെട്രോ മാമിനിവിടെ സംഭവിച്ചിട്ടുള്ളത്. ജനങ്ങളുടെ മാർക്ക് അതിനേ വിലയുള്ളൂ, അതിന് മാത്രമേ വിലയുള്ളൂ. ജനങ്ങൾക്ക് അത് തെറ്റാറില്ല. നിങ്ങളിട്ട മാർക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, 3-10, 10-ൽ 3. അത് നിങ്ങൾ മത്സരിക്കുന്ന മണ്ഡലത്തിലെ മാർക്കാവാനാണ് സാധ്യത. അത് കാണാൻ കിടക്കുന്ന കാര്യമാണല്ലോ. അറം പറ്റിയ വാക്ക് പോലെയായിരിക്കും അത്. പിണറായി വെറുതെ ചാട്ടം ചാടിയിട്ട് മുഖ്യമന്ത്രി കസേരയിൽ എത്തിയതല്ല. പക്ഷെ നിങ്ങൾ ആ കോപ്രായത്തിനാണ് ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് ചാടി വീഴണം, അസംബ്ലിയിൽ ചാടി വീഴണം. നിങ്ങൾ അസംബ്ലി കാണാൻ പോകുന്നില്ല. കാരണം ഈ ഇലക്ഷനിൽ നിങ്ങൾ എഴുന്നേൽക്കി പൊട്ടും. അപ്പോൾ ഈ BJP വളർന്ന് വിടർന്ന് പടർന്ന് പന്തലിച്ച് ഒക്കെ ആകുമ്പോഴേക്കും ഇനി 5 വർഷം കൂടി കഴിയില്ല ഇലക്ഷൻ വരുമ്പോഴേക്കും. അപ്പോഴേക്കും നിങ്ങൾ പടർന്ന് പന്തലിച്ച് എന്ന് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ. 30 വയസ്സ് 88 ആയില്ലേ, 90 ആയല്ലോ. നിങ്ങൾ അസംബ്ലി കാണാൻ പോകുന്നില്ല. പിന്നെയാണോ നിങ്ങൾക്ക് MLA സ്ഥാനം പോയിട്ട്? MLA സ്ഥാനം പോലും കിട്ടില്ല. BJP തന്നെ പ്രതീക്ഷിക്കുന്നില്ല, MLA സ്ഥാനം പ്രതീക്ഷിക്കുന്നില്ല. കഴിഞ്ഞ വട്ടം ഒരു MLA സ്ഥാനം കിട്ടി, അതെങ്കിലും ഇത്തവണ നിലനിന്ന് കാണണ്ടേ. താഴോട്ട് പോയി ആൾക്കാർ കളിയാക്കുന്നിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അതിൻ്റെ ചീഫ് മിനിസ്റ്റർ സ്ഥാനത്തിന് ഞാൻ ഇരിക്കാൻ പോവാന്ന് പറയണത്. ഇനി BJPക്ക് 71 സീറ്റ് കിട്ടിയെന്നിരിക്കട്ടെ, നിങ്ങൾ ജയിച്ചു എന്നിരിക്കട്ടെ, BJPക്ക് 71 സീറ്റ് കിട്ടിയെന്നിരിക്കട്ടെ, നിങ്ങൾ ജയിച്ചു എന്നിരിക്കട്ടെ, നിങ്ങൾക്ക് ചീഫ് മിനിസ്റ്റർ സ്ഥാനം കിട്ടുന്നതുണ്ടോ? BJPയിൽ കിട്ടുന്നതുണ്ടോ? അവിടെ അടി നടക്കുകയാണ്, യുദ്ധം നടക്കുകയാണ്, ഈഴവ നായർ യുദ്ധം നടക്കുകയാണ് അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ടും മന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ടും. അപ്പൊ ഇതെല്ലാം ഈ പറഞ്ഞോണം ഒരു തരം മനോഹരമായ സ്വപ്നം മാത്രമാണ്. കുമ്മനം അവിടെയുണ്ട്, സുരേന്ദ്രൻ അവിടെയുണ്ട്, സീനിയറായിട്ടുള്ള ആൾക്കാർ അവിടെയുണ്ട്. അവരൊക്കെ ഇത് കേട്ടിട്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരിക്കും. ഏതായാലും 66 വയസ്സ് വരെ മറ്റേ ജോലി ചെയ്ത് ബാങ്കിൽ കുന്നുകൂട്ടി വെച്ചിട്ടുണ്ട്, കുത്തി നിറച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവസാനം റീൽ ഓടുന്ന സമയത്ത് ഒരു കസേര പ്രണയം, അതാണ് അവിടെ സംഭവിച്ചത്. എന്നിട്ട് അവസാനം ഒരു നേരം പോക്ക്. രസം മറ്റൊന്നാണ്. 10ാം നില പണിത ഒരു രാജാവിൻ്റെ കഥയുണ്ട്. മോൻ വന്നിട്ട് പറഞ്ഞു 10ാം നില പണിയാൻ ആദ്യത്തെ നില നമുക്ക് മേലെ നിന്ന് തുടങ്ങാമെന്ന്. ആദ്യം നമ്മൾ പണിതാൻ തുടങ്ങുന്നത് 10ാം നില മുതൽക്കാവാമെന്ന്. ഇതാണ് ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത്.
അതായിക്കോട്ടെ, മോഹമല്ലേ, ആശയല്ലേ, അഭിലാഷമല്ലേ, ഒരിക്കലും നടക്കാത്ത മനോഹരമായ സ്വപ്നമല്ലേ. സ്വപ്നത്തിൽ കൊട്ടാരം കെട്ടുന്ന സമയത്ത് എന്തിനാണ് ഒറ്റ നിലയാക്കുന്നത്? 8 നിലയോ 18 നിലയോ ആക്കി കെട്ടാമല്ലോ. അതൊക്കെ നമുക്ക് പോട്ടെ എന്ന് വെക്കാം. രാഷ്ട്രീയത്തിൻ്റെ ABCD അറിയാത്ത, രാഷ്ട്രീയത്തിൻ്റെ ഓരോന്നൊന്ന് ഈ രണ്ടെന്ന് പെരുക്കപ്പെട്ടിയെ പോലും അറിയാത്ത ഈ മൺ കൊൺ ആഞ്ചൻ, അതൊരു ചൈനീസ് വാക്കാണ് കേട്ടോ, മൺ കൊൺ ആഞ്ചൻ. അതിൻ്റെ മലയാള ഭാഷയാണ് മണവണാഞ്ചൻ. ഇപ്പൊ രാഷ്ട്രീയത്തിന്റെ തുഞ്ചത്ത് നിൽക്കുന്ന പിണറായി വിജയന് മാർക്കറ്റ് സ്വയം ചെറുതാവുകയാണ്, സ്വയം മാറുകയാണ് ചെയ്യുന്നത്. ഇനി മറ്റൊന്നുണ്ട്, 10ൽ 3 മാർക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ. ഈ 3 മാർക്ക് എന്തിനാണോ കൊടുത്തത്? അതൊന്ന് പറഞ്ഞാട്ടെ. അവിടെ എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ള ബോധം മാമന് ഉണ്ട്. അതൊന്ന് പറയണം നിങ്ങൾ. 10ൽ 3 മാർക്ക് കൊടുത്തിട്ടുള്ള 3 മാർക്ക് കൊടുത്തല്ലോ, 1 മാർക്ക് കൂടി കൊടുത്താൽ ജയിക്കുന്ന മാർക്കായി. അപ്പൊ ഈ 3 മാർക്ക് കൊടുത്തത് എന്തിനാണ് കൊടുത്തത്? പിണറായി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിലാണല്ലോ 3 മാർക്ക്. ആ ചെയ്ത നല്ല കാര്യങ്ങൾ എന്താണെന്നൊന്ന് പറയാമോ? നിങ്ങളൊന്ന് പറയാമോ? മെട്രോ മാമനൊന്ന് മനസ്സിലാക്കി തരാമോ? മെട്രോ മാമൻ ഒരു കാര്യം മനസ്സിലാക്കുക, ശരിയായിട്ടുള്ള എക്സാമിനേഷൻ വരുന്നുണ്ട്, ശരിയായിട്ടുള്ള മാർക്ക് ഇടുന്നവർ വരുന്നുണ്ട്. ഇനി 2.5 മാസം 3.5 മാസം കൂടി കാത്തിരുന്നാൽ മതി. അന്ന് മാർക്ക് ഫുൾ മാർക്ക് കിട്ടാൻ പോകുന്ന LDFനാണെന്ന് പറയുന്ന ഈ ഉള്ളവനല്ല. ഞാൻ LDFന്റെ ജയത്തിന് വേണ്ടി കോൺട്രാക്ട് എടുത്ത ഒരാളൊന്നുമല്ല. AICC ബാംഗ്ലൂരിൽ വന്ന് AICC നേരിട്ട് അപ്പോയിന്റ് ചെയ്തു മറ്റേ ബാംഗ്ലൂരിൽ നിന്നൊരു ഇന്റലിജൻസ് ഏജൻസിയെ. അവരിവിടെ വന്ന് അന്വേഷിച്ചു. എല്ലാ ജില്ലകളിലും സെലക്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വന്ന് അവർ അന്വേഷിച്ചു. അവരെന്നിട്ട് റിപ്പോർട്ട് കൊടുത്തത് എന്താ അറിയാമോ? ഭരണ തുടർച്ച അവിടെ ഉണ്ടാകാൻ പോകുന്നു എന്നർത്ഥം. 1ാം സ്ഥാനത്തോടെ. 2ാം സ്ഥാനം ആരാ? കോൺഗ്രസ്. അത് സ്വാഭാവികമാണ്, അവർ തന്നെ പറഞ്ഞതാണത്. 2 പ്രാവശ്യം അവിടെ ഇൻവെസ്റ്റിഗേറ്റ് നടത്തുമെന്നാണ് പറയുന്നത്. 3ാം സ്ഥാനമോ? 3ാം സ്ഥാനമില്ല. കാരണം നമ്മൾ എണ്ണം പറയാ, 50 വോട്ട് കിട്ടിയ ആൾക്ക് അല്ലെങ്കിൽ 50 സീറ്റ് കിട്ടിയ ആൾക്ക് 1ാം സ്ഥാനം, 49 കിട്ടിയ ആൾക്ക് 2ാം സ്ഥാനം, അല്ലെങ്കിൽ കുറഞ്ഞ് കിട്ടിയത് 2ാം സ്ഥാനം. 3ാം സ്ഥാനത്തിന് 0 സീറ്റെങ്കിലും കിട്ടണ്ടേ? 0 സീറ്റെങ്കിലും കിട്ടിയാലേ 3ാം സ്ഥാനം എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്തവണ BJPക്ക് എത്രയായിരിക്കും 10ൽ കിട്ടാൻ പോണത്? 0. അവർ ഒരെണ്ണത്തിന് പോലും ജയിക്കാൻ പോകുന്നില്ല. ഗവൺമെന്റ് സർവൻ്റ് ആയിട്ട് ഇത്രകാലം ജീവിച്ച് സമ്പാദിച്ച നിങ്ങൾക്ക് മറ്റു നേതാക്കളുടെ മാർക്കിടെ അവകാശമില്ല. നിങ്ങൾക്കാണ് മാർക്ക് ഇട്ടിട്ടുള്ളത്. ആ മാർക്ക് തന്നെയാണ് 3-10. മെട്രോ മാമൻ എന്നറിയണം, നിങ്ങൾ ഒരു ജോലിക്കാരൻ മാത്രമായിരുന്നു. ജീവിതം മുഴുവൻ ജോലിക്കാരനായിരുന്നു നിങ്ങൾ അതിൻ്റെ ശമ്പളം വാങ്ങിച്ചിട്ടുണ്ട്, സുഖമായിട്ട് ജീവിച്ചിട്ടുണ്ട്. ജോലിയുടെ ഭാഗമായിട്ട് കൊച്ചിൻ മെട്രോ നടക്കുന്ന സമയത്ത് നിങ്ങൾ ഭയഭക്തി ബഹുമാനത്തോടു കൂടിയിട്ട് പിണറായിയുടെ മുമ്പിൽ ചക്കയുടെ മണൽ പോലെ നട്ടല് വളച്ചു നിർത്തി തൊഴുന്ന ഫോട്ടോകളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് മാമോ, ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതേ സമയത്ത് അങ്ങനെ ചക്കയുടെ മണലല്ല പിണറായി വിജയന്റെ നട്ടല്. മലബാറിലൊക്കെ താഴ്ന്നവൻ, വലിയവൻ, നീചജാതികൾ, അവർണൻ, സവർണൻ, തൊട്ടുകൂടാത്തവൻ, വഴിമാറി നടക്കേണ്ടവൻ, അവർക്ക് നെഞ്ചു വിരിച്ച് മനുഷ്യരെ പോലെ നടക്കാൻ ഉള്ള സാഹചര്യം ഒരുക്കിയ കൂട്ടത്തിൽ പെട്ട ഒരാളാണ് ഈ പിണറായി വിജയൻ. അതിൻ്റെ പേരിൽ കുറേ ആൾക്കാർ പീഡനം സഹിക്കേണ്ടി വന്നു. കുറേ ആൾക്കാരെ കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ട്, വെടിവെച്ചു കുഴിച്ചു മൂടിയിട്ടുണ്ട്. മൃഗങ്ങളെ പോലെ മനുഷ്യരൊരു കാലഘട്ടത്തിൽ കണ്ടിരുന്നത് അറിയാമോ? ആ കാലത്ത് നിന്ന് ഇന്ന് ഇത്രത്തോളം വരെ നവോത്ഥാന വഴിയിൽ കേരളത്തെ കൊണ്ടുചെന്ന് എത്തിച്ച കമ്മ്യൂണിസ്റ്റുകളുടെ നില മറ്റൊന്നാണ് മാമ. അത് നിങ്ങൾ അറിയണം. പൊന്നാനിയിൽ മത്സരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞത്, പൊന്നാനിയിലായാലും മത്സരിക്കരുത്. കാരണം മാർക്കിന് വേണ്ടിയിട്ടാണല്ലോ ഇലക്ഷൻ നടക്കുന്നത്. പൊന്നാനിയിൽ നിങ്ങളെല്ലാവരും നന്നായിട്ട് അറിയും. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഓട്ടപൂജയായിരിക്കും. അതുകൊണ്ട് പൊന്നു മെട്രോ മാമ, നിങ്ങൾ മറ്റേ പൊന്നാനിയിൽ പോയിട്ട് പൊട്ടം കളിക്കരുത് കേട്ടാ. പൊന്നാനിയിൽ പോയിട്ട് പൊട്ടം കളിക്കരുത്. നിങ്ങളവിടെ 7 നിലയ്ക്ക് പൊട്ടും. 7 നിലയ്ക്ക് അവർ പൊട്ടിക്കും നിങ്ങൾ വേറെ എന്തെങ്കിലും മറ്റേ കാസർഗോഡോ തിരുവനന്തപുരത്തോ മത്സരിച്ച് കഴിഞ്ഞാൽ 10 വോട്ട് കിട്ടും. ജയിക്കില്ല. നിങ്ങൾ ഒരിക്കലും ജയിക്കില്ല. നിങ്ങൾ അവിടെ നിന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ആ പഴയ കുറേ കാര്യങ്ങൾ, വൈഭവങ്ങൾ, ആ പഴയ കാലങ്ങൾ, പെരുമകൾ, സത്യസന്ധമായിട്ട് ജോലി ചെയ്തൊരു ഉദ്യോഗസ്ഥൻ, ആരെയും പറ്റിക്കാത്തൊരു ഉദ്യോഗസ്ഥൻ, സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ നടത്തുന്ന ഉദ്യോഗസ്ഥൻ, 10 കോടി അനുവദിച്ച് കഴിഞ്ഞാൽ 9.5 കോടിക്ക് ആ പ്രസ്ഥാനം തീർക്കുന്ന ഒരാൾ, ആ മഹനീയത വെച്ചിട്ട് നിങ്ങൾക്ക് 10 കോട്ടേക്ക് കിട്ടിയെന്ന് വരും. ജയിക്കില്ല. പക്ഷേ അവിടെ ചെന്ന് നിങ്ങൾ തൊള്ള തുറന്നു കഴിഞ്ഞാൽ ഈ പൂർവ്വകാല ചരിത്രത്തിൻ്റെ പേരിലുള്ള മഹിമ പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടും.
നിങ്ങളിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഓരോ ഇൻ്റർവ്യൂ കഴിയുമ്പോഴും സത്യം പറയാൻ നിങ്ങളുടെ വായെന്ന് വരുന്ന മാറ്റങ്ങളാണ് വരുന്നത്. ഇപ്പം നിങ്ങൾ മറ്റെന്തായാലും പറയുക, ലവ് ജിഹാദിനെ കുറിച്ച് പറഞ്ഞിട്ട് ഇവിടെ ലവ് ജിഹാദ് ഉണ്ടെന്നാണ് പറയുന്നത്. അതുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഗവൺമെൻറ്റാണ്, അതുണ്ടെന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്, അതുണ്ടെന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്, അതുണ്ടെന്ന് പറയുന്നത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളാണ്, അതുണ്ടെന്ന് പറയുന്നത് മറ്റേ CBIക്കാണ് അത് ഉണ്ടെന്ന് പറയുന്നത്. അവരെല്ലാവരും കൃത്യമായിട്ട് അർത്ഥം കുറിച്ച് പറഞ്ഞു കേരളത്തിൽ ലവ് ജിഹാദില്ല. പക്ഷെ നിങ്ങൾ പറയുന്ന കാരണം എന്താ? നിങ്ങളുടെ ഇപ്പം ഗുരുനാഥ ശശികല ടീച്ചറാണ് എന്നാണ് തോന്നുന്നത്. അതാണ് സത്യം. വന്ന് കയറുമ്പോഴേക്കും നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയാണ്. നിങ്ങളുടെ നാവ് വളച്ചൊടിച്ച് പിരിച്ച് അങ്ങനെ ആക്കി മാറ്റി വെച്ച് കഴിഞ്ഞു. ആ നാവ് കൊണ്ട് പ്രസംഗിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും രക്ഷപ്പെടില്ല. നിങ്ങൾ നോട്ടയോട് തോൽക്കും. മൂന്നാം സ്ഥാനം പോലും നിങ്ങൾക്ക് കിട്ടില്ല. നമസ്കാരം.